നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളിക്ക് പ്രിയങ്കരനായ ഒരു ചെറുപ്പക്കാരനെയാണ് ഞങ്ങൾ JB ജംഗ്ഷനിൽ കൊണ്ടുവരുന്നത്. പുതുതലമുറയിലെ തനതായ ഗാനാലാപനം കൊണ്ട് ശ്രദ്ധേയനായ മറ്റാരുമല്ല നജീം അർഷാദ്. നജീമിനൊപ്പം ഒരാൾ കൂടിയുണ്ട്, മറ്റാരുമല്ല നജീമിൻ്റെ ജീവിത സഹധർമ്മിണി. പുതുതായി നജീമിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നജീമിൻ്റെ ഭാര്യയെയും നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. നജീമിനെയും തസ്നിയെയും ഞങ്ങൾ JB ജംഗ്ഷനിലേക്ക് വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിക്കുന്നത്. താങ്ക് യു സർ. താങ്ക് യു. കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാരുടെ മനം കവർന്ന ആളാണ് നജീം. ഒരെണ്ണിക്കൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമം വരാൻ സാധ്യതയുണ്ട്. തസ്നി മനസ്സിലായ? തസ്നിന്റെ പേര് കിക്കി അല്ലേ? ആരാ കിക്കി എന്ന് പേരിട്ടത്? ചെറുപ്പകാലത്ത് ഒരുപാട് ചവിട്ടുതൊഴി ഉണ്ടായിരുന്നു. കിക്കിയുടെ നിങ്ങൾ അറിയാത്തൊരു സുഹൃത്തിനെ എനിക്കറിയാം. ആ സുഹൃത്ത് കിക്കി കൊടുത്ത ഉപദേശം എന്ന് വെച്ചാൽ, കിക്കി, നജീമിന് ഒരുപാട് ആരാധകരും ആൾക്കാരൊക്കെ ഉണ്ട്. നീ ഇങ്ങനെ എപ്പോഴും പൊട്ടലും ചേട്ടിലുമായിട്ട് നിൽക്കരുത്. അയാളൊരു സെലിബ്രിറ്റിയാണ്. സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞാരാന്നറിയോ? ഞാൻ പേര് പറഞ്ഞാറാ. അതുകൊണ്ട് നീ ഒരു അണ്ടർസ്റ്റാൻഡിങ് വൈഫായിരിക്കണം. ഒരു സെലിബ്രിറ്റിയുടെ വൈഫാണ്. അതുകൊണ്ട് ആ സെലിബ്രിറ്റിക്ക് കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ശേഷിയും ഒരു മെച്യൂരിറ്റിയും നീ കൈവരിക്കണം. ആരാ പറഞ്ഞത്? വീട്ടുകാർ പറഞ്ഞു. എന്നിട്ട് മെച്യൂരിറ്റി ആയോ? ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ. ഈ ഉമ്മയും പാപ്പയൊക്കെ ഇത്രത്തോളം സ്നേഹം ഈ നജീബിന് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു കുശുമ്പ് കുഞ്ഞായ്മ ഉണ്ടാ? ഇല്ല, കൂടുതൽ സ്നേഹം കൊടുത്തോട്ടെ എന്നുള്ളതാണ്. കൊടുത്തോട്ടെ എന്നുള്ളതാണ്. അത് കുറച്ച് നമ്മൾ കൊടുത്താൽ എല്ലാ അർത്ഥത്തിലാണോ? കൊടുത്തോട്ടെ. നജീബിന് ഇപ്പോൾ SMS വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും SMS വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ടില്ല. ഫുൾ ചെക്കിംഗ് ആണ്. ഫുൾ ചെക്കിംഗ് ആണ്. അഥവാ ഒരു SMS വന്ന് വീട് കഴിയുമ്പോൾ എന്താണ് കിക്കി ചെയ്യാണ്? നെവർ അഗെയിൻ റിപ്പീറ്റ് ദിസ്, ഐ ആം ഹിസ് വൈഫ് കിക്കി. പിന്നെ എന്താ പറയാ? സാധാരണ ഇതിന്റെ ഇടയ്ക്ക് 2-3 മെസ്സേജുകൾ അയച്ചിരുന്നല്ലോ. ഇനി ഇങ്ങോട്ട് വെറുതെ ആവർത്തിച്ച്. ഞാൻ പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല. ഉമ്മച്ചിയുടെ ഫോണിൽ വന്നിട്ടുണ്ട്, ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്. അത് കല്യാണത്തിന് മുന്നേ 13th അതിന്റെ മുന്നേ. അത് കഴിഞ്ഞാൽ പിന്നെ മെസ്സേജ് വരരുത് പറഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. വളരെ വിശാല മനസ്കതയാണോ? കിക്കി എന്ന് പറയുന്നത് നജീം അർഷാദിന്റെ സഹധർമ്മിണി വളരെ വിശാല മനസ്സുള്ള ആളാണ്. അതുകൊണ്ട് ഇനിയും വേണമെങ്കിൽ മെസ്സേജുകൾ അയച്ചോളൂ. പേടിച്ചു. ഈ ഷോയിൽ ആൾക്കാർ കണ്ട് മെസ്സേജ് കൊടുക്കും. അതുകൊണ്ട് ഉള്ള കാര്യം സത്യമായിട്ട് പറഞ്ഞോ? അയക്കണോ അയക്കണ്ടയോ? ഇനി അയക്കണ്ട. ഇത്രേ ഉള്ളൂ. പേടിച്ചു പോയി. ആരും അയക്കരുത്. അഥവാ അയക്കാതെ തന്നെ ഉമ്മച്ചിയുടെ മെസ്സേജിലേക്ക് ഫോണിലേക്ക് മാത്രമല്ല. നജീം എന്ന് പറഞ്ഞ നമ്മുടെ ഇഷ്ടഗായകന്റെ രൂപഭാവ പരിണാമ ഭേദങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. പക്ഷേ നജീബെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പം നജീബ് കണ്ണിലൂടെ കണ്ണീര് വന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഈ ഷോയിൽ ഞങ്ങൾ ഇവിടെ വരുന്ന അതിഥികളുമായി ബന്ധപ്പെടുന്നവരെല്ലാം കൊണ്ടുവരും. ഒരുപക്ഷെ ഈ ഷോയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. പക്ഷേ ഈ ടീച്ചർ പറഞ്ഞ ഓരോ വാക്കുകളും എനിക്ക് തോന്നുന്നു വളരെ ആത്മാർത്ഥമായിട്ട്. പിന്നെ ഈ ചെറിയ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കൊന്നും അങ്ങനെ കള്ളം പറയാൻ അറിയില്ല. വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ടീച്ചർമാർ കള്ളം പറയും അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ആ ടീച്ചർ മനസ്സിൽ നിന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് വിഷമം, ഇമോഷണൽ ആയത്. ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ആദ്യത്തെ ടീച്ചറാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പം ഞാൻ LKG UKG ഡയറക്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കൊണ്ടിരുത്തി ഉമ്മയുടെ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ അക്ഷരങ്ങൾ പറഞ്ഞു തരുന്നതൊക്കെ ടീച്ചറാണ്. അപ്പോൾ അത് പെട്ടെന്ന് ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും വലിയൊരു അംഗീകാരം, എന്താണ് പറയുന്നത്, ഏറ്റവും വലിയൊരു സമ്മാനമായിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു നിമിഷത്തിൽ തോന്നിയത്. നമ്മുടെ വികാരത്തെ അടക്കാൻ പറ്റി. അതെ, അതുകൊണ്ടാണ് എനിക്ക് ഇമോഷണൽ ആയത്. പിന്നെ ടീച്ചർ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ ഈ പല്ലുണ്ടല്ലേ, പല്ല് ഡോക്ടർ, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം. നജീബിന്റെ വിഷപ്പല്ല് പറിച്ചോ? ഒരു വിഷപ്പല്ലുണ്ട് ഇവിടെ. നീ എന്ത് BDS എന്ത് കുത്താണ്? ഇവിടെ ഡോക്ടറാണോ ശരിക്കും? ഇവന്റെ ഇവിടെ ഒരു വിഷപ്പല്ലുണ്ട്, അത് പറിച്ചു കളയണം. അറിഞ്ഞോ?
ഫസ്റ്റ് നൈറ്റിൽ പറിച്ചില്ലേ? ഇത് കണ്ട പറിച്ചോ? ഇല്ല. ഇല്ല. ഇതൊരു വലിയ പാവം കുട്ടിയായിട്ടാ.